ആപ്കി അദാലത്തിൽ AIMIMന്റെ പ്രസിഡന്റ് അസദുദ്ദീൻ ഓവൈസിയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളുടെ വികാരത്തെ ഇളക്കി വിടുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ഒരു സ്പീച്ച് എൻ്റെ കൈവശമുണ്ട്. അതിൽ താങ്കൾ പറഞ്ഞത് മുസ്ലിം യുവാക്കളെ നമ്മുടെ മുസ്ലിം പള്ളികൾ നിങ്ങൾ വേണം സംരക്ഷിക്കാൻ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതെല്ലാം നമ്മുടെ പക്കൽ നിന്ന് അവർ പിടിച്ചെടുക്കും. സത്യമല്ലേ? ആര് പിടിച്ചെടുക്കുന്ന? BJP RSS ഒക്കെ പറിച്ചെടുക്കാൻ നോക്കുക. ഭരണത്തിലുള്ളവരെല്ലാം പറിച്ചെടുക്കാൻ നോക്കുവല്ലേ? ഏത് മുസ്ലിം പള്ളി സത്യം ചെയ്തത്? നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ മറ്റേ ഡൽഹിയിലെ 600 വർഷം പഴയ മസൂദിയല്ലേ ഇടിച്ചെടുത്തത്. സുനേറിബായിന്റെ മസൂദിയൊക്കെ ഇടിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ ഇല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ ഒരു പക്ഷേ അമ്പലത്തിന്റെ മുമ്പിൽ പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ആ പൂജ ചെയ്ത് നിർത്തിയിട്ടുണ്ടോ? പറയൂ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? സുനേറിബായുടെ മസൂദിയുടെ അടുത്ത് പ്രൈം മിനിസ്റ്റർ എപ്പോഴെങ്കിലും പോയെന്ന് വെച്ചാൽ മൂവ്മെന്റ് അങ്ങനെ ഒരു കാര്യം പറയും. ആ സമയത്ത് മസൂദിൽ നമാസ് നിർത്തും. എന്തുകൊണ്ടാ നടക്കാത്തെ? നിങ്ങൾ തന്നെ കേട്ടോളൂ, ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, കേട്ടാ മതി. അവിടെയുള്ള ഹിമാം സാറിന്റെ അടുത്ത് ചോദിച്ചു നോക്കണം. ഏത് ബിൽഡിംഗ് തകർക്കാൻ പാടില്ലെന്നുള്ളതൊക്കെ കോടതി എടുക്കുന്ന തീരുമാനമല്ലേ? ഇല്ലില്ല, അത് നിങ്ങൾ പറഞ്ഞു വരുന്ന ഗവൺമെന്റ് തീരുമാനത്തെ പറ്റിയാണ് പറഞ്ഞത്. ചെന്നൈയിൽ സർക്കാർ സ്ഥലത്ത് ഏതൊക്കെ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടുണ്ടോ, അതായത് ഏതൊക്കെ മതസ്ഥാപനങ്ങളുണ്ടോ അതെല്ലാം ഇടിച്ചു കളയാനാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. അവിടെ കോയമ്പേടിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് വെച്ചാ ഇതുപോലെയുള്ള മതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അത് ചർച്ചാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും അല്ല അമ്പലമാണെങ്കിലും എല്ലാം ഇടിച്ചു കളയാനാണ് വിധി. സാർ, ഞാൻ കോർട്ടിന്റെ ഓർഡേഴ്സിനെ കുറിച്ചല്ല സംസാരിച്ചത്. ഞാൻ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ കാര്യങ്ങളെ കുറിച്ച് കോർട്ടിൽ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ 600 വർഷമായിട്ടുള്ള മസൂദിയും പിന്നെ ആ ചുടുകാടും മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ലാണ്ട് ഓരോ ദിവസവും ഈ BJPയിലെ ആൾക്കാരും RSSലെ ആൾക്കാരും ഇന്ത്യയിലുള്ള ആയിരക്കണക്കിനുള്ള മസൂദികളെ തീർച്ചയായിട്ടും അവർ എടുക്കുമെന്നാണ്, അതായത് ഉറപ്പായിട്ട് എടുക്കുമെന്നാ പറയുന്നത്. ഓപ്പണായിട്ട് അവർ പറയുക. താങ്കളല്ലേ പാർലമെന്റിൽ വളരെ ഓപ്പണായിട്ട് ബാബറി മസ്ജിദ് സിന്ദാബാദ് തന്നെ പറയത്തുള്ളൂ, ബാബർ മസൂദി സിന്ദാബാദ് എന്ന്. ഇതിലെന്താണ് സാർ തെറ്റുള്ളത്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലേ സാർ ഇത്? സാർ, ഞാൻ ഇത് ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞില്ലെങ്കിൽ വേറെ എവിടെയാ പറയേണ്ടത്? മോഡിജി സിന്ദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ബാബർ മസൂദി സിന്ദാബാദ് എന്ന് പറയാൻ പാടില്ലേ സാർ? ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ സാർ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിന് വേണ്ടി ഒരു മസൂദി ഒരിടത്ത് കെട്ടുവാണെങ്കിൽ ഈ ലോകം അവസാനം വരെ ആ മസൂദി അവിടെ തന്നെ ഉണ്ടാവണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളത് ഇടിച്ചു കളഞ്ഞില്ലേ? ഞാൻ എന്താ പറഞ്ഞാൽ അത് എപ്പോഴും മസൂദിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ എപ്പോഴാ പ്രൊവോക്കേഷൻ ചെയ്തത്? അത് മാത്രമല്ലാണ്ട് ബാബർ മസൂദി എന്ന് പറഞ്ഞ ഒരു കേസ് സ്റ്റഡിയാ. എങ്ങനെയൊക്കെ ഒരു മസൂദി പറിക്കാന്നുള്ളതിനുള്ള ഒരു ക്ലിയർ കേസ് സ്റ്റഡി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു മസൂദി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടീസ് മൂലം നമ്മുടെ മസൂദി നമുക്ക് നഷ്ടപ്പെട്ടു. സുപ്രീം കോർട്ടിൽ പോയിട്ട് BJPക്കാർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ സത്യമായിട്ട് ആ മസൂദി തൊടത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ സുപ്രീം കോർട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. കണ്ടം പെറ്റീഷനും പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിന്റെ ഒപ്പം ക്രിമിനൽ കോർട്ടിലും ആരും ഇതുവരെ കൺവിക്ട് ആയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ആരും തന്നെ കൺവിക്ട് ആയില്ല. അതിന്റെ ഒപ്പം പാർലമെന്റില് ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന പാർട്ടി ലീഡർ നരസിംഹറാവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതും എന്ത് കാര്യത്തിന്? ബാബർ മസൂദി ഇടിക്കുന്ന സമയത്ത് നരസിംഹറാവ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പൂജയിലാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്ന്. ഇത് അദ്ദേഹമാ പറഞ്ഞ, ഞാനല്ല പറഞ്ഞേ. എന്ത് കഷ്ടമെന്ന് നിങ്ങൾ തന്നെ പറ. അതെല്ലാം സുപ്രീം കോടതിയുടെ വിധിയല്ലേ? പക്ഷെ താങ്കൾ പറയുന്നത് ഇതെല്ലാം ചതിച്ച് ചെയ്ത കാര്യങ്ങളാണെന്നാണ്. സുപ്രീം കോർട്ട് പറഞ്ഞത് നിങ്ങൾ ശരിക്കും അത് മൊത്തത്തിൽ പഠിച്ചിരുന്നാൽ ആ പറഞ്ഞ ഓർഡറിൽ വന്നതിൽ എന്താ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ ഒരിക്കലും അമ്പലം ഇടിച്ചിട്ടല്ല ഞങ്ങൾ മസൂദി കെട്ടിയെന്നും സുപ്രീം കോർട്ട് ASIയുടെ റിപ്പോർട്ടെല്ലാം ക്യാൻസൽ ചെയ്തു. സുപ്രീം കോർട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞങ്ങൾ തെറ്റെന്ന് പറയുന്നതെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഫെയ്ത്ത് ആണ് ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫെയ്ത്തിന്റെ ബേസിലാണ് കൊടുത്തിരുന്നത്. അപ്പോ ഫെയ്ത്തിന്റെ ബേസിൽ കൊടുക്കുമ്പോ അതിനൊരു എൻഡ് ഇല്ലാണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. സാറേ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? കോടതി എന്താന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ രാമന്റെ ക്ഷേത്രം നിർമ്മിച്ചു, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടേക്ക് പോകുന്നത്. അതങ്ങ് വിട്ടേക്കേ. ഈ വാക്ക് നിങ്ങൾ ആ മറ്റേ ആൾക്കാരുടെ അടുത്തൊന്ന് പോയി പറഞ്ഞു നോക്കിയേ. ഹിറ്റ്ലർ 7 ലക്ഷം യൂതർമാരെയാണ് ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നുകളഞ്ഞത്. എല്ലാവർക്കും അറിയാമല്ലോ അത്. 1930 നടന്ന കഥയാണ് 2020 വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ബാബർ മസൂദിയുടെ കഥ. മരിക്കുന്നവരെ എന്റെ മകന്റെ അടുത്ത് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ എന്നാ പറയുന്നേ. കാരണം ഏത് വിധത്തിലാണോ ആ മസൂദി പറിച്ചെടുത്തത്, മറ്റൊരു പ്രാവശ്യം അതുപോലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ മസൂദി പോകാൻ പാടില്ലല്ലോ. ഡിസംബർ 6 ഈ ദിവസം, അതായത് സന്തോഷിക്കേണ്ട ദിവസമാണോ ഇത്? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? പറയേ. ഒരു പക്ഷേ ഡിസംബർ 6 ഇല്ലെങ്കിൽ സുപ്രീം കോടതിന്റെ ഓർഡർ എന്തായിരിക്കും വന്നിരിക്കുന്നത്? 22 നല്ല ദിവസമാണെന്നാണ് പറയുന്നത്. കാരണം അന്നാണ് രാമക്ഷേത്രം. അത് തന്നെ ഞാനും പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. 17 ഡിസംബർ 1992 പാർലമെന്റില് ബാബർ മസൂദിയുടെ ഡെമോളിഷൻ കണ്ടം ചെയ്തു വെച്ചിരുന്നു. അതിന്റെ ഒപ്പം റെസൊല്യൂഷനില് RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്റംഗ് ദള് കണ്ടം ചെയ്തു. അതുമാത്രമല്ല ഇത് ബ്ലാക്ക് ഡേ ആണെന്ന് പറഞ്ഞിരുന്നു.
ഇപ്പൊ നിങ്ങൾ പാർലമെന്റിന്റെ റെസൊല്യൂഷനെതിരെ മറ്റൊരു റെസൊല്യൂഷൻ കൊണ്ടുവരുവാണെങ്കിൽ ഞാനും ഇതേ പാർലമെന്റില് ആസ് എ ഇന്ത്യൻ പ്രൗഡ് ഇന്ത്യൻ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ POK ഞങ്ങളുടേതാണ്. POK അപ്പൊ ഞങ്ങളുടേതല്ലെന്ന് നാളെ റെസൊല്യൂഷൻ കൊണ്ടുവരുമോ നിങ്ങൾ എന്ത് പ്രസിഡന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ അപ്പൊ തെറ്റല്ലേ? ഇതൊക്കെ വളരെ തെറ്റാ. ഈ ഗ്യാൻവ്യാപി പള്ളിയുടെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് എന്ത് ഉത്തരവ് വന്നെന്ന് വെച്ചാ അവിടെ ബേസ്മെന്റിൽ പൂജ നടന്നുകൊണ്ടിരുന്നു. 1993 അത് നിർത്തലാക്കി അത് കണ്ടിന്യൂ ചെയ്യാനാണ് കോടതിയുടെ ഉത്തരവ്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഈ ക്രോണോളജി ഒന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 1949 ഡിസംബർ 29, 30 ബാബർ മസൂദി കൊണ്ട് ശിലയൊക്കെ വെച്ചിരുന്നു. നമ്പർ 1. അതിനുശേഷം നായർ സാർ അതിന് ലോക്ക് ഇട്ട്. നമ്പർ 2. നായർ സാർ അതിനുശേഷം ജനസംഘിന്റെ MP ആയി. അതിനുശേഷം ഡിസംബർ 6 ഇത് ഇടിച്ച് അവർക്ക് ആ സ്ഥലവും കൊടുത്ത്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ വ്യാസ് ഫാമിലി എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് 1513 ഡോക്യുമെന്റ് ഉണ്ട്. ഞാനും പറയുന്നുണ്ട് അവിടെ 500 വർഷങ്ങളായിട്ട് ബാബർ മസൂദിയിൽ നമാസ് ചെയ്യുന്നുണ്ട്. നമ്പർ 1. വ്യാസ് ഫാമിലി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 93 മുലായം സിംഗ് യാദവ് ഒരു റീസണും ഇല്ലാണ്ട് അവരതങ്ങോട്ട് പൂട്ടിയിട്ടു. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മസൂദിയാണ് ക്ലോസ് ചെയ്ത് വെച്ചത്. ഇപ്പൊ കോർട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പൂജയ്ക്ക് അലൗഡ് ചെയ്യണമെന്നാണ് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ നമാസ് എന്താ അലോ ചെയ്യത്തെ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ട എന്റെ കാര്യം മറ്റൊരു പ്രാവശ്യം നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഈ കാര്യമൊക്കെ മനസ്സിലാക്കണം. എല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചല്ലേ ഇരിക്കേണ്ടതിന് ശേഷം അപ്പൊ യുവാക്കളെ പ്രകോപിപ്പിക്കുകയാണ്. ഞാൻ വഴക്കൂടല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് സാർ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞത് ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യം ഫാക്റ്റാ. ഞാൻ പറഞ്ഞതെല്ലാം ഫാക്റ്റാണ് സാർ. ശരി സാർ, നിങ്ങളിപ്പോ ഗ്യാൻ വാപ്പിയെ കുറിച്ച് സംസാരിക്കുന്നു. മധുരയിലൊന്ന് പോയി നോക്കിക്കേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. 1965 മുസ്ലിംസും ഹിന്ദുസും ഒരു അഗ്രിമെന്റ് ഇട്ടു. മുസ്ലിംസ് 8 ഏക്കർ സ്ഥലമാണ് കൊടുത്തിരുന്നത്. ഹിന്ദുക്കളുടെ സൈഡിൽ നിന്ന് ആരാ അഗ്രിമെന്റ് സൈൻ ഇട്ടതെന്ന് പറഞ്ഞേ നോക്കട്ടെ. പണ്ഡിറ്റ് മദൻ മോഹൻ മാൽവിയ. പണ്ഡിറ്റ് മദൻ മോഹൻ മാൽവിയേക്കാൾ മോഡി എന്താ വലിയ ഹിന്ദു ആണോ? ഒരിക്കലും അല്ല. അദ്ദേഹം അത് സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2023 വന്നിട്ട് ആ സ്ഥലം ഞങ്ങളുടെതല്ല, തരാനും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറുതെ ചുമ്മാ ഒരു കാര്യമില്ലാണ്ട്. ഈ നാട്ടില് പഴയ കാര്യങ്ങളൊക്കെ ആരാണ് പിന്നെയും തുറന്നെടുക്കാൻ കഴിയുന്നത്? 2 മതത്തിനെ 2 വഴിയിലൂടെ ഇങ്ങനെ അയക്കുന്നത് ആരാന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയേ, അറിയണമല്ലോ എനിക്ക്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് അലോക് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം പറയാണ്, ഞങ്ങൾ മുസ്ലിംസിനോട് അപേക്ഷിക്കുകയാണ്, ഈ അയോധ്യയ്ക്ക് ശേഷം മധുരയും കാശിയും ഞങ്ങൾക്ക് നൽകുക, വേറൊന്നും ഞങ്ങൾ ചോദിക്കില്ലെന്ന്. ഇതൊക്കെ വെറുതെ സാർ, ഇതൊക്കെ ശുദ്ധമായ നുണയാ. അവരെന്തുകൊണ്ടാ കൊടുക്കാൻ പോകുന്നത്? മസൂദി എന്ന എന്റെ അച്ഛന്റെ സ്വത്താണോ? അതോ മസൂദി എന്റെ അമ്മയുടെ സ്വത്താണോ? ഒന്നുമല്ല, അത് പടച്ചോന്റേതാ. മസൂദിക്ക് ഒരു പേപ്പേഴ്സ് ഉണ്ട്, ഓരോ ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ കാലം തൊട്ട് ഇങ്ങനെ ആയെന്ന് നിങ്ങൾ എത്ര കാലത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത്? ഇപ്പൊ പുഷ്വാമിത്ര സംഘത്തിന്റെ അടുത്ത് നിന്ന് ആരാണ് നീതി മേടിച്ചു തരാൻ പോകുന്നത്? പുഷ്വാമിത്ര സംഘ പല ബുദ്ധമതത്തിന്റെ ശിലയാണ് പൊട്ടിച്ചു കളഞ്ഞത്. അതിനുള്ള നീതി നിങ്ങളിപ്പോ ചോദിക്കണം. നിങ്ങൾ മുഗൾ രാജാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ വിശ്വാമിത്ര സംഘ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. നമ്മുടെ നാട്ടില് മുഗൾസ് ഉള്ളവരെ, പുഷ്വാമിത്ര സംഘം ഉള്ളതുവരെ അപ്പോ ജനനായക സംഘം ഉണ്ടായിരുന്നോ? രാജാക്കന്മാരുടെ കാലത്ത് റൈറ്റ് ടു ഈക്വാലിറ്റി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങളുടെ അടുത്ത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. ആ അഗ്രിമെന്റിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാൽവിയ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. താങ്കൾ ബാബറി മസ്ജിദിന് സിന്ദാബാദ് എന്ന് പറയുന്നതുകൊണ്ടാണ് താങ്കളെ ബാബറിന്റെ മകനെന്ന് അവർ വിളിക്കുന്നത്. ഇല്ല, നോക്കിയേ, ഞാൻ ഇതാ പറയുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഇതാ. വേണമെങ്കിൽ എന്റെ DNA നിങ്ങൾ എടുത്ത് ടെസ്റ്റ് ചെയ്തോളൂ. നരേന്ദ്രമോദിജി ഒന്ന് ടെസ്റ്റ് ചെയ്യൂ. RSS ആൾക്കാരുടെയും ചെയ്യൂ. ആരാണ് ആര്യൻ, ആരാണ് ഈ നാട്ടിലുള്ള ആളെന്ന് നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ. ഞാൻ എന്താ ബാബറിന്റെ സ്പോക്സ് പേഴ്സൺ ആണോ? അപ്പൊ നരേന്ദ്രമോദി ആരാ? BJPയുടെ നാത്തുരാമന്റെ സ്പോക്സ് പേഴ്സൺ ആണോ എന്നാ പറയുന്നത്? ഒരുപക്ഷെ ഞാൻ ബാബറിന്റെ സ്പോക്സ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്പോക്സ് പേഴ്സൺ ആയാലേ, നാഥരാം ഗോഡ്സെയുടെ സ്പോക്സ് പേഴ്സൺ ആയാലേ നിങ്ങൾ അങ്ങോട്ട്. അല്ല, ശരിക്കും പറയണമെങ്കിൽ എനിക്കും ബാബറിന് എന്താണ് സംബന്ധം? ഔറംഗസീബിനൊപ്പം എനിക്ക് എന്താ സംബന്ധം? ജിന്നയോടൊപ്പം എന്താണ് എനിക്ക് സംബന്ധം? ഒരു ബന്ധമില്ലെന്ന് പറയുന്നു. ഒരുപക്ഷെ ബന്ധമുണ്ടെങ്കിൽ താങ്കളുടെ സഹോദരൻ അക്ബറുദ്ദീൻ ഔറംഗസീബിന്റെ കല്ലറയിലേക്ക് പോയി അവിടെ തുണിയൊക്കെ നൽകി പൂവൊക്കെ നൽകിയിരുന്നല്ലോ. ഔറംഗസീബിന്റെ കൂടെ ഒരു ബന്ധം. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങൾ പോയി ഇന്റർനെറ്റ് ഒന്ന് തുറന്നു നോക്കൂ. അവിടെ പടച്ചോന്റെ ഭക്തന്റെ ഒരു കല്ലറയുണ്ട്. മേ ബി ഖുറാനുദ്ദീൻ കരീബ്, അത് ജസർ ഇബാദ് റഹ്മത്തുള്ള. അതുകൊണ്ട് അവരങ്ങോട്ട് പോയത്. മീഡിയ ഒക്കെ അങ്ങോട്ട് വരുവാണെന്നറിഞ്ഞ് അവരവിടെ ഫാത്തിയ ചെയ്തിട്ട് അവരവിടുന്ന് പോയി. അതൊരു ASI പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ്. വേണമെങ്കിൽ എടുത്തോളൂ. അതെന്തിനാ ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് മാറ്റുന്നത്? ഫാത്തിയല്ലേ ചെയ്തുള്ളൂ, വേറെ എന്താണ് ചെയ്തത് അവര്? ഷടാ, അവരെന്തോ ഈ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ്. ഇല്ല, മോദിജി ബാദുഷാ ഷഫറിന്റെ കല്ലറയിലോട്ട് പോയി ശരിയാണോ? അത് നിങ്ങൾ പറ.
ദേവേന്ദ്ര ഫട്നാവിസ് എന്താ പറയുന്നതെന്ന് വെച്ചാ മഹാരാഷ്ട്രയിൽ ഔറംഗസീബിന്റെ മക്കൾ ജനിച്ചിട്ടുണ്ടെന്ന്. ആരുടെ തീരുമാനത്തിലാണ് ഇവരൊക്കെ ജനിച്ചെന്ന് അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സമൂഹത്തിൽ അതുകൊണ്ട് ടെൻഷൻ കൂടിക്കൊണ്ടേ സാർ, പോകുന്നു. ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദേവേന്ദ്ര ഫട്നാവിസ് ഒരു ബ്രാഹ്മണനാണ്. തന്നെ താനെ എന്തൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാരും താൻ തന്നെ വിളിച്ചോണ്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരുടെ പ്രശ്നവും അത് തന്നെയാ. മോഡിക്ക് ശേഷം അദ്ദേഹം ആയിരിക്കും പ്രൈം മിനിസ്റ്റർ എന്നുള്ള വിചാരമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം ഈ ലാംഗ്വേജ് ഇങ്ങനെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. പിന്നെ അതിനുശേഷവും ശിവാജി ശിവാജി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ശിവാജി ആഗ്ര ഫോർട്ടിൽ നിന്ന് ഓടുന്ന സമയത്ത് മുസ്ലിംസിനോടൊപ്പമാണ് ഓടിയത്. ശിവാജിയുടെ ബീരങ്കി ഓടിക്കുന്ന ആള് ഒരു മുസൽമാനാണ്. ശിവാജിയോടൊപ്പം കുറെ മുസ്ലിംസ് ഉണ്ടായിരുന്നു. പക്ഷേ ശിവാജിയും ഒരു മുസ്ലിമിനെ കുത്തി കൊന്നിട്ടുണ്ട്. അതേ സത്യവാ. അബ്സല്യൂട്ട്ലി കറക്റ്റ്, ശരിയായിട്ടാ പറഞ്ഞത്. പക്ഷേ രജത് സർ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. പിന്നെ കൈത്തട്ടത്, ഞാൻ പറയുന്നത് കേൾക്കാദ്യം. ശിവാജി അഫ്സൽ ഖാനെ കത്തിയും കൊണ്ട് കുത്തുന്ന സമയം ശിവാജിയുടെ പിന്നാലെ സേഫ്റ്റിക്ക് നിന്നത് ഒരു മുസൽമാൻ തന്നെ ആയിരുന്നു. അല്ല, ഇതൊന്നും ആരും പറയത്തില്ലേ? നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ സെലക്റ്റീവ്ലി ഒക്കെ എടുത്തു പറഞ്ഞിരുന്നാൽ എനിക്കും കുറച്ച് ഹിസ്റ്ററി ഒക്കെ അറിയാവുന്നേ. ശിവാജിയുടെ പിന്നാലെ നിന്നോണ്ടിരുന്ന ഒരു മുസൽമാനാണ്. ശരി, ശിവാജി എന്താണ് ചെയ്തത്? അഫ്സൽ ഖാനെ കൊന്നതിനു ശേഷം ഇസ്ലാമിക മതപ്രകാരം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണോ അത് ചെയ്യണം. അത് ശിവാജിയുടെ ഒരു വലിയ മനസ്സാണ്. നിങ്ങൾ ഇപ്പൊ ഉള്ളവരുടെ മനസ്സ്, നിങ്ങൾ ആ വലിയ മനസ്സ് നോക്കണം. കല്ലറയൊക്കെ അടിച്ചു പൊട്ടിക്കുക. ഇതാണോ വലിയ മനസ്സ്? അതിനെയാണ് പറയുന്നത്, ശിവാജിയുടെ പിന്നിൽ മുസ്ലിങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടോ അതുപോലെ മോദിയുടെ പിന്നിൽ ഒവൈസിക്ക് നിൽക്കാമല്ലോ. അങ്ങനെ ഈ വഴക്കിന്റെ അവസാനം കാണുമല്ലോ. ഇങ്ങോട്ടോക്ക് ഞാൻ പറയുന്ന കേൾക്ക്. കടലിന്റെ രണ്ട് കരകളും ദാ ഇങ്ങനെ ഒരുമിച്ച് ചേരത്തില്ല. കടലിലുള്ള കരകളൊന്നും ഒരുമിച്ച് ചേരാൻ കഴിയില്ല. ഞാൻ ആരുടെ പിന്നാലെയും പോയി നിൽക്കാനായിട്ടല്ല ജനിച്ചേ, മനസ്സിലായോ? എന്റെ നാട്ടിന്റെ പ്രധാനമന്ത്രി എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം. സൊസൈറ്റിയിൽ പുറകിലോട്ടുള്ളവരോട് കൂടെ നിൽക്കണം. അവര് പറയുന്ന ഓരോ കാര്യവും അദ്ദേഹം കേൾക്കണം. അവരെ ഒന്നും വെറുക്കാൻ പാടില്ല. അവരെയും തന്റെ സ്വന്തം മനുഷ്യരായിട്ട് കാണണം. ഇതാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറൊന്നുമല്ലോ. ഫൈനൽ റൗണ്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഓവൈസി സർ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വിചാരിക്കുന്ന ചോദ്യം എന്തെന്നാൽ, നിങ്ങൾ എപ്പോഴോ പർദ്ദ ധരിച്ച ഒരു സ്ത്രീയെ നാടിന്റെ പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിച്ചല്ലോ. താങ്കൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത്? ഇപ്പൊ പറയുന്നില്ല, ഈ ഹിജാബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ തലച്ചോറൊക്കെ വർക്കാവണ്ടാവുന്നു. അതൊന്നുമല്ല, അതൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതൊക്കെ ഹിജാബിട്ട പെങ്കൊച്ചുങ്ങളൊക്കെ ബാക്ക്വേർഡ് ആണ്, അപ്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് എല്ലാരും വിചാരിക്കുന്നത്. അവരാണ് അവരുടെ തലച്ചോറ് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു പക്ഷേ സത്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ യമനിലുള്ള ഒരു മുസ്ലിം പെങ്കൊച്ച് ഹിജാബ് ഇട്ടിട്ടാണ് നോബൽ പ്രൈസ് മേടിച്ചത്. തലച്ചോറില്ലാത്തവർക്കാണ് ഈ നോബൽ പ്രൈസ് ഒക്കെ കൊടുക്കുന്നത്. സൊസൈറ്റിയിൽ ഈ മറ്റേ ഒട്ടും ബലമില്ലാണ്ട് ധൈര്യമില്ലാണ്ടിരിക്കുന്നവര്, മുസ്ലിം പെങ്കൊച്ചുങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും എന്റെ നാട്ടിന്റെ സൈഡിലോട്ടൊക്കെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഹിജാബ് ഇട്ടോണ്ട് ഹെൽമെറ്റ് ഇട്ടോണ്ട് ബുള്ളറ്റ് ഓടിച്ചോണ്ട് പോകുന്ന പെണ്ണുങ്ങളെ കാണാം. ബുർക്കൊക്കെ ഇട്ടോണ്ട് ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ആശ്ചര്യപ്പെട്ട് നോക്കി, ബുള്ളറ്റ് എങ്ങനെയാ ഓടിക്കുന്നൊക്കെ. അതിനവരെന്നെ നോക്കി നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കുക. ഒരു പ്രശ്നമില്ല, വളരെ സന്തോഷമുണ്ട്. യോഗി ആദിത്യനാഥ് എന്താ പറയുന്നത് വെച്ചാൽ, ഏത് സ്ത്രീയെ നിങ്ങൾ ഹിജാബിനുള്ളിൽ അടക്കി വെക്കണമെന്ന് കരുതുന്നുവോ ആ സ്ത്രീകളെ അങ്ങനെയല്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരെയും അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. BJPയുടെ മുസ്ലിം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ 200-300 ബുർക്കയിട്ട പെണ്ണുങ്ങളെ ഒക്കെ പിടിച്ചിരുത്തുന്നല്ലോ. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ ഇരുത്തുന്നത് അങ്ങനെ? ഇതൊക്കെ വെറുതെ കാണിക്കാനായിട്ടാ ഇവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന്. അവരെ വിളിച്ചോണ്ട് വന്ന് ഇരുത്തുന്നത് നാടിന് വേണ്ടി കാണിക്കാനായിട്ടൊന്നും അല്ല ഈ കാര്യമൊക്കെ. അവരത് ഗൾഫിന്റെ രാജാക്കന്മാർക്ക് കാണിക്കാനാ. എന്തോ ഒരു മുസ്ലിംസ് ആയിരിക്കുന്ന ചോദിക്കേ, അമേരിക്കയിലോട്ട് കാണിക്കാനാ. നിങ്ങൾക്ക് മുസ്ലിംസിന്റെ മേത്ത് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ അവരൊന്ന് MP ആക്കൂ. അറ്റ്ലീസ്റ്റ് ഒരു ടിക്കറ്റ് കൊടുക്ക്. MP ആക്കൂ, മിനിസ്റ്റർ ആക്കൂ. അതൊന്നും ചെയ്യത്തില്ല. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്നു, സ്ത്രീകളെ ലിബറേറ്റ് ചെയ്യുന്നു, അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ആർമിയിൽ ജോയിൻ ചെയ്യണോ, എഞ്ചിനീയർ ആണോ, ഡോക്ടർ ആണോ, ഇതെല്ലാം ആണോ? നിങ്ങൾ ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്യുമല്ലേ? ബുൾഡോസറും കൂടെ കയറ്റി വീടും കൂടെ പൊട്ടിക്കുന്നു. പെണ്ണുങ്ങളുടെ പേര് ഉപയോഗിച്ച് അലഹാബാദില് ഹസ്ബൻഡ് അടുത്ത് നോട്ടീസ് കൊടുത്ത് വീട് പൊട്ടിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നിങ്ങൾ പറയുന്ന ഏത് വാക്കാണ് ഞാൻ വിശ്വസിക്കേണ്ടതെന്നൊന്ന് പറയേ. सितमगर तुझसे उम्मीद वफा होगी जिन्हें होगी, हमें तो देखना यह है कि तू जालिम कहां तक है.